പ്രവാസി ആംബുലൻസ് സർവീസ് ആൻഡ് മൊബൈൽ മോർച്ചറി കാട്ടാക്കട, മലയങ്കീഴ്, ആര്യനാട്. ഓക്സിജൻ ഫെസിലിറ്റി ആൻഡ് ഹോം സർവീസ് 24 മണിക്കൂറും. സ്റ്റീഫമാമൻ എൻ്റെ വിജയാശംസകൾ അറിയിക്കുകയാണ്. ഞാനിവിടെ ഒരു നാടൻ പാട്ടാണ് പാടാൻ പോകുന്നത്.
നമുക്കിവിടെ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു, ഒരു മോചനത്തിന് ഒരാളെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അരുവിക്കരയുടെ മോചനത്തിന് സഖാവ് സ്റ്റീഫൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഞാനത് പറയാതെ പോണ ശരിയില്ലല്ലോ. വിൻസെൻ്റ് മാക്കോളയിലുള്ള ആളാണ്. അവരെല്ലാം ഓർമ്മിക്കുന്നു. ജയിക്കേണ്ടവർ ജയിക്കും. നമുക്കിപ്പോൾ ഇവിടുത്തെ വിഷയം അരുവിക്കര മണ്ഡലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അരുവിക്കര മണ്ഡലത്തെ രക്ഷിക്കാൻ വന്ന ദൂതനായി സഖാവ് സ്റ്റീഫനെ കാണണം. നമുക്ക് വിജയിപ്പിക്കണം. സഖാവിനെ വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവസാനിപ്പിക്കുന്നു. ലാൽസല. കാർഷിക പാരമ്പര്യമുള്ള ഒരു മേളയാണ്. എന്നാൽ അടുത്ത കാലത്ത് വളരെ വ്യത്യസ്തമായി സംഭവിച്ച ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് കാട്ടാൽ പുസ്തകമേള. ആ മേളയ്ക്ക് ചില പ്രത്യേകതയുണ്ട്. ആ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ മറ്റ് കാർഷിക വിപണന സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ തികച്ചും കലയും സംസ്കാരവും വായനയും മാത്രം പ്രധാന ലക്ഷ്യമായി മുന്നിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രൗഢമായി നടക്കുന്ന കേരളത്തിലെ ഒരു സാംസ്കാരിക മേളയാണ് കാട്ടാൽ പുസ്തകമേള. ആ കാട്ടാൽ പുസ്തകമേളയെ ഇപ്പം ഞാനിങ്ങനെ മനസ്സിൽ കാണുക. കാരണം ആ കാട്ടാൽ പുസ്തകമേളയുടെ ചെയർമാനായിരിക്കുന്ന ആരോ ആ ആളെല്ലാം കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നു. IB സതീഷാണ് ആദ്യത്തെ ചെയർമാനായിരുന്നത്. അദ്ദേഹം കഴിഞ്ഞ ഇപ്പോഴത്തെ നിയമസഭയിലെ അംഗമാണ്. അത് കഴിഞ്ഞാൽ ഉടൻ അതിൻ്റെ ചെയർമാനായത് ശ്രീ സ്റ്റീഫനാണ്. അദ്ദേഹവും നിയമസഭയിലേക്ക് പോകുന്നു. അടുത്ത വർഷം എനിക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ ചെയർമാനാകണമെന്നുള്ളതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം 2 വർഷം കൂടെ കഴിയുമ്പോൾ ഞാൻ പെൻഷനാവും. ഇപ്പം വെറും കൺവീനറാണ് ഞാൻ. ഈ കൺവീനർക്ക് ഒരു എഴുന്നേറ്റമില്ല ഞാൻ നോക്കിയിട്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അടുത്ത പ്രാവശ്യം ചെയർമാനായി നിൽക്കണമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ട് നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾ, നമ്മുടെ സ്വന്തം ഒരാൾ, നമ്മുടെ ദുഃഖത്തിൽ നമ്മളോടൊപ്പം നിന്നയാൾ, നമ്മുടെ വേദനയിൽ കഷ്ടപ്പാടിൽ നമുക്ക് താങ്ങായ ആൾ, നമ്മുടെ സന്തോഷത്തിൽ നമ്മളോടൊപ്പം ചിരിച്ചയാൾ, നമ്മുടെ ഏകാന്തതയിൽ ദുഃഖങ്ങളിൽ ഒറ്റപ്പെടലുകളിലെല്ലാം നമുക്ക് ആശ്വാസമായ ആൾ, നമ്മുടെ കൂടപ്പിറപ്പായിട്ടുള്ള ഒരാൾ ജി സ്റ്റീഫൻ നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ ആദ്യത്തെ പ്രസംഗം നടത്തുന്ന ദിവസവും നമുക്കിവിടെ ഇരുന്ന് ഇതുപോലെ ആഘോഷിക്കണം. പ്രിയപ്പെട്ടവരെ, അന്ന് എന്നെയും വിളിക്കണം നിങ്ങൾ. നമുക്കിവിടെ വലിയൊരു പ്രൊജക്ടറിൽ അത് കാണണം. അതാണ് നമുക്കിവിടെ നിന്ന് പ്രതിജ്ഞ എടുക്കേണ്ട കാര്യം. അന്ന് വീണ്ടും നമുക്കിവിടെ ഒത്തുകൂടണം, ഒരുമിച്ചിരിക്കണം, കവിത ചൊല്ലണം, വർത്തമാനം പറയണം. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാനും ശ്രീ സ്റ്റീഫനുമെല്ലാം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ എൻ്റെ ജൂനിയറാണ്. ഒരേ തലത്തിൽ പഠിച്ചവരാണ്. ഉടുപ്പ് മാറ്റിയിടാനില്ലാതെ പഠിച്ച 2 ആളുകളാണ് ഞാനും സ്റ്റീഫനും. പണ്ട് ദാസേട്ടനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ദാസേട്ടൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതി നമ്മളെല്ലാം അറിയുന്നതാണ്. അദ്ദേഹം വെള്ളയുമേ ധരിക്കും. ലോകത്ത് എവിടെ പോയാലും അദ്ദേഹം വെള്ള വസ്ത്രമേ ധരിക്കും. നമ്മളെ കുട്ടികളോട്, ഞാൻ സ്കൂളിലെ കുട്ടികളോടൊക്കെ ചോദിക്കും, എന്തുകൊണ്ടാണ് ദാസേട്ടൻ ഈ വെള്ളയും എന്ന വസ്ത്രം ധരിക്കുന്നത്, എന്തുകൊണ്ടാണ്? അപ്പോൾ കുട്ടികൾ പറയും, സമാധാനത്തിൻ്റെ അടയാളമായിട്ടാണ് ഗാനഗന്ധർവനായ യേശുദാസ് വെള്ളയും ധരിക്കുന്നതെന്ന് പിള്ളേർ പറയും. പക്ഷേ സത്യത്തിൽ യേശുദാസ് വെള്ളയും ധരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് യേശുദാസ് വെള്ളയും എന്ന വസ്ത്രധാരണ രീതി സ്വീകരിച്ചത് പ്രിയപ്പെട്ടവരെ? കാരണം അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യമാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ അദ്ദേഹം അനുഭവിച്ച ദുഃഖത്തിൻ്റെ, കഷ്ടതയുടെ, വേദനയുടെ, അപകർഷതയുടെ, അടിമബോധത്തിൻ്റെ അടയാളമായിട്ടാണ് മലയാളികളുടെ ഗാനഗന്ധർവനായ യേശുദാസ് വെള്ളയും എന്ന വസ്ത്രം ധരിക്കുന്നത്. അദ്ദേഹം 10ാം ക്ലാസ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പാട്ടുകാരനാവുക എന്നതായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ സംഗീത കോളേജിൽ വന്ന് പഠിക്കാനുള്ള സാഹചര്യം അദ്ദേഹത്തിനില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ ടാക്സി ഡ്രൈവർമാരായ ചേട്ടന്മാർ പിരിച്ചു കൊടുത്ത കാശും കൊണ്ട് തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ അഡ്മിഷന് വേണ്ടി വരുന്ന ആദ്യ ദിവസം അദ്ദേഹം ഇങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങി എല്ലാ കൂടെയുള്ള കുട്ടികളെല്ലാം രക്ഷകർത്താക്കൾ കൊണ്ടുപോയി. ചില ആളുകളെ ഹോസ്റ്റലുകളിൽ കൊണ്ടു നിർത്തി. ഈ പാവം കുഞ്ഞൻ യേശുദാസ് ഒരറ്റത്ത് ഒതുങ്ങി നിന്നു, മാറി നിന്നു. ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ പ്രിൻസിപ്പലിനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടണം. പ്രിൻസിപ്പലിന്റെ അകത്തേക്ക് ആളുകൾ ഇങ്ങനെ കയറി പോകുമ്പോഴും മാറി ആ റൂമിന്റെ വെളിയിൽ ഈ പാവം
കൃശഗാത്രനായ നല്ല വസ്ത്രമെടുത്തിട്ടില്ലാത്ത ഈ കൊച്ചേശുദാസ് ഇങ്ങനെ മാറി നിന്നു. അവസാനം വൈകുന്നേരം 5 മണി 6 മണി കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പലിന്റെ മുറി കാലിയായി. ആ സമയത്ത് പേടിച്ച് ഈ കൊച്ച് യേശുദാസ് പ്രിൻസിപ്പലിന്റെ അടുത്തെത്തി തൊഴുതു. സാർ, എൻ്റെ പേര് യേശുദാസ് എന്നാണ്, ഞാൻ ഇവിടെ ഇന്ന് വന്ന് ജോയിൻ ചെയ്ത ഒരു കുട്ടിയാണ്. എനിക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമാണ് പാട്ട്. പക്ഷേ എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് എനിക്ക് രാത്രി എവിടെയെങ്കിലും കിടക്കാൻ ഒരു സ്ഥലം സാറ് കണ്ടെത്തി തരണം എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അന്നത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഭാരതത്തിലെ ഏറ്റവും വലിയ വാഗേയകാരനായ ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ്. അദ്ദേഹം ഇങ്ങനെ കുട്ടിയെ നോക്കി. അവൻ വിറച്ച് നിൽക്കുകയാണ്. അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, നീ എൻ്റെ കാർ ഷെഡിൽ കിടന്നോ. ആ കാർ ഷെഡ് ഇപ്പോഴും അവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ. ആ കാർ ഷെഡിനെ ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തെ ഭാരത് ഭവൻ എന്ന് പറയുന്ന സ്ഥാപനമാണിപ്പോൾ. ആ ഭാരത് ഭവനിലാണ് ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ താമസിച്ചിരുന്നത്, ഈ സംഗീത കോളേജിൽ പ്രിൻസിപ്പലായിരുന്ന കാലത്ത്. ആ സംഗീത കോളേജിൽ ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ താമസിച്ചിരുന്ന ഇപ്പോഴത്തെ ഭാരത് ഭവനിൽ യേശുദാസ് കിടന്നുറങ്ങിയ ആ കാർ ഷെഡ് ഇപ്പോഴുമുണ്ട്. നീ ആ കാർ ഷെഡിൽ കിടന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാർ ഷെഡിൽ കിടന്ന് പഠിച്ചവനാണ് ഗാനഗന്ധർവനായ യേശുദാസ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. കാർ ഷെഡ് എപ്പോഴെപ്പോഴും കാർ ഷെഡിൽ കയറി പോകാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് കച്ചേരികൾ കാണും. അവിടെ കച്ചേരിയെല്ലാം കഴിഞ്ഞ് എത്ര രാത്രിയിൽ കഴിഞ്ഞതിന് ശേഷവും വണ്ടി കൊണ്ടുവന്ന് അകത്തിട്ടതിന് ശേഷം മാത്രമേ ആ കാർ ഷെഡിൽ ബാക്കി വരുന്ന സ്ഥലത്ത് കിടക്കാവൂ. രാവിലെ ഡ്രൈവർ വന്ന് വണ്ടി എടുത്ത് കഴുകാൻ കൊണ്ടുപോകും. അതിനു മുമ്പ് എണീറ്റ് മാറിക്കൊടുക്കണം. അങ്ങനെ ഈ കുഞ്ഞൻ യേശുദാസ് വൈകുന്നേരങ്ങളിൽ സന്ധ്യകളിൽ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഓട്ടപ്പൈപ്പിലെ ചീറ്റുന്ന വെള്ളത്തെ ഉള്ളിലെ നീറ്റലിലേക്ക് ചാല് കയറിക്കൊണ്ടിങ്ങനെ നടക്കും. കാരണം അവിടെ കയറി കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ സ്ഥലമില്ല, ഒന്നുമില്ല. എപ്പോഴാണോ ആ വണ്ടി വരുന്നത്, വണ്ടി വന്നതിന് ശേഷം മാത്രമേ കയറി കിടക്കാൻ കഴിയൂ. അങ്ങനെ പഠിച്ചയാളാണ് ഗാനഗന്ധർവനായ യേശുദാസായി മാറിയ നമ്മുടെ ദാസേട്ടൻ. അദ്ദേഹം വെള്ളയും ധരിച്ചത് എന്തുകൊണ്ടെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് ഒരൊറ്റ ജോഡി വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു എന്ത് ചെയ്യണം. വെള്ളയും എന്ന വസ്ത്രത്തിലേക്ക് അദ്ദേഹം വരുന്നത് എങ്ങനെയാണ് ആലോചിച്ചു. എനിക്ക് ആകെ ഒരു ഉടുപ്പേ ഉള്ളൂ, ഉടുപ്പ് വാങ്ങാനുള്ള പൈസയേ ഉള്ളൂ. ഞാനൊരു ചുവന്ന ഉടുപ്പിട്ട് കൊണ്ടുപോയാലുള്ള കുഴപ്പമെന്താ? എല്ലാ ദിവസവും ഒരുത്തൻ ഒരു ചുവന്ന ഉടുപ്പിട്ടുകൊണ്ട് ഇരിക്കുന്നു ക്ലാസ്സിൽ. എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ. ഇവ ഇന്നലെ വന്നതും ചുവന്ന ഉടുപ്പിട്ടുണ്ട്, ഇന്നലെ വന്നതും മെനഞ്ഞാന്ന് വന്നതും എല്ലാം ചുവന്ന ഉടുപ്പ്. അപ്പോൾ എല്ലാവരും തിരിച്ചറിയും ഇവന് വേറെ ഉടുപ്പില്ല എന്ന്. പക്ഷേ അതേസമയം വെള്ളയും ഞാൻ ധരിക്കും, ഞാൻ വെള്ളയെ ഉടുക്കും, ഞാൻ വെള്ള ഷർട്ടേ ഇടൂ എന്നങ്ങനെ ആളുകളെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഇട്ട വെള്ള ഷർട്ടാണ് ഇന്നിട്ടതെന്ന് അറിയില്ല. അങ്ങനെ തൻ്റെ ഇല്ലായ്മയെ, തൻ്റെ ദുഃഖത്തെ അടയാളപ്പെടുത്തുവാൻ വേണ്ടി ആ കാലത്ത് അദ്ദേഹം സ്വീകരിച്ച ഒരു അടവാണ് വെള്ളയും എന്ന വസ്ത്രധാരണം. അതിനെ അദ്ദേഹത്തിന് നല്ല കാലത്തും അദ്ദേഹം ഉപേക്ഷിക്കാതെ ആ ജീവിതത്തിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് കൊണ്ടു നടക്കുന്നതാണ് ദാസേട്ടൻ്റെ വെള്ളയും എന്ന വസ്ത്രധാരണ രീതി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തീർച്ചയായും ഇന്ന് അംഗീകരിക്കപ്പെടുന്ന, ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്ന അതേ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു വന്ന രണ്ടാളുകളാണ് ഈ വേദി. വേറെ എല്ലാവരും അങ്ങനെ ആയിരിക്കാം. പക്ഷേ എനിക്ക് ധൈര്യമായി പറയാൻ കഴിയുന്നത് എൻ്റെ കാര്യവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ സ്റ്റീഫൻ്റെ കാര്യവുമാണ്. അങ്ങനെ ഞങ്ങളെല്ലാം ഓട്ടപ്പൈപ്പിലെ ചീറ്റുന്ന വെള്ളത്തെ ഉള്ളിലെ നീറ്റലിലേക്ക് ചാല് കയറിക്കൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ചിരിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് താങ്ങായി നിൽക്കുകയും നിങ്ങൾക്ക് കരുത്താവുകയും നിങ്ങളോടൊപ്പം നിന്ന് പോരാടുകയും പുരോഗമന പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്ത നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾ ഇതാ നിയമസഭയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കൂടെ നിൽക്കേണ്ടതുണ്ട്, കരുത്തു കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയല്ലേ നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു സുഖവും സന്തോഷമാണ് നമുക്കുള്ളത്. മനുഷ്യനാകണം എന്നൊരു പാട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടുണ്ട്. മനുഷ്യനാകണം. അടിസ്ഥാനപരമായി ആകേണ്ടത് ആരാണ് എന്നതിൻ്റെ മനുഷ്യരൂപമാണ് ശ്രീ ജി സ്റ്റീഫൻ. അടിസ്ഥാനപരമായി നമ്മൾ ആരാണ് ആകേണ്ടത്? അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയക്കാരനാവുകയോ ഒരു ഡോക്ടറാവുകയോ എഞ്ചിനീയർ ആവുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. അടിസ്ഥാനപരമായി നമ്മളാകേണ്ടത് മനുഷ്യനാവുക എന്നതാണ്. അങ്ങനെ മനുഷ്യന്റെ ആത്യന്തികമായി മനുഷ്യനാകേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിച്ച ആളാണ് മാർക്സ്. അങ്ങനെ ആ പഠനത്തിന്റെ പേരാണ് മാർക്സിസം.
അങ്ങനെ ആത്യന്തികമായി മനുഷ്യനായി ജീവിതകാലം മുഴുവൻ ജീവിച്ച നമ്മുടെ കൂടെ അതിനുള്ള പ്രതിഭ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ വേദിയിലിരിക്കുന്നത്. മനുഷ്യനാകണം, മനുഷ്യനാകണം, മനുഷ്യനാകണം. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് ജി സ്റ്റീഫൻ. മനുഷ്യനാകണം, മനുഷ്യനാകണം. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് ജി സ്റ്റീഫൻ. കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകില്ലതാണു മാർക്സിസം. തോൽക്കുകില്ല, തോറ്റുവെങ്കിലില്ല മാർക്സിസം. അങ്ങനെ തോറ്റു കൊടുക്കുന്ന ഒരു പാതയിലൂടെ അല്ല നമ്മളെല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുന്നേ സഞ്ചരിക്കുവാൻ നമ്മുടെ കൂടപ്പിറപ്പിന് പ്രാപ്തി നൽകുന്ന, പിന്തുണ നൽകുന്ന അതിബൃഹത്തായ ഈ ഒന്നിച്ച് കൂടലിൽ എനിക്കെത്താൻ കഴിഞ്ഞാൽ, ഞാനും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ അദ്ദേഹത്തിന് 2 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പഠിച്ചിരുന്ന ഒരു സഹപാഠി എന്ന് വേണമെങ്കിൽ പറയാവുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനു വേണ്ടി ഈ പരിപാടിയിൽ എൻ്റെ നാട്ടിൽ സംബന്ധിക്കുന്നതിൽ. അപ്പോൾ സനകൻ ജിയെക്കുറിച്ച് പറഞ്ഞു ഇവിടെ നേരത്തെ. സനല് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അദ്ദേഹം. ഞാൻ ഈ ആര്യനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 3 വർഷക്കാലത്തെ പ്രിൻസിപ്പലായിരുന്ന കാലത്ത് എനിക്ക് താങ്ങും തണലുമായിരുന്ന ഒരാളാണ് ശ്രീ ഷാജി മോൻ, എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രം. അദ്ദേഹം PTA പ്രസിഡന്റും, ശ്രീ സനകൻ ആ PTA ട്രഷററും, ശ്രീ പ്രിയപ്പെട്ട അൻസാരി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻസാരി അതിൻ്റെ വൈസ് പ്രസിഡന്റൊക്കെ ആയി ഞങ്ങൾ ഒരുമിച്ച് കൂടി മുന്നോട്ട് ജീവിച്ചവരാണ്. ഇവിടുത്തെ ഓരോ മണൽത്തരിയെയും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു അധ്യാപകൻ കൂടെയാണ് ഞാൻ. ഇവിടുത്തെ ഓരോ മക്കളെയും തിരിച്ചറിയാൻ കഴിഞ്ഞ, അവരുടെ ദുഃഖങ്ങളെ, അവരോടൊപ്പം രാത്രിയും പകലും ക്ലാസ് എടുത്തുകൊണ്ട് ഞങ്ങൾ രാപ്പകൽ ക്ലാസ്സുകളിൽ അന്തി ഉറങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ മക്കളോടൊപ്പം. അങ്ങനെ ഈ ആര്യനാടിൻ്റെയും ഈ അരുവിക്കരയുടെയും നന്മ നമ്മുടെ പ്രിയപ്പെട്ട ജി സ്റ്റീഫന്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ ഒരു കവിതയിൽ കുറച്ച് വരികൾ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചൊല്ലാമെന്ന് വിചാരിക്കുകയാണ്. രക്തസാക്ഷി എന്ന കവിത. രക്തസാക്ഷി. ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരുപാട് രക്തസാക്ഷികളുണ്ട്. മരിച്ചവർ മാത്രമല്ല രക്തസാക്ഷികൾ ആയിട്ടുള്ളത്. നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്ന, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും മറ്റുള്ളവർക്ക് വേണ്ടി നൽകിക്കൊണ്ട് ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സൂര്യന്മാരെന്ന് ONV വിളിച്ച പല തരത്തിലുള്ള വ്യക്തിപ്രഭാവങ്ങൾ കൂടെ ചേർന്നതാണ് ഈ രക്തസാക്ഷിത്വം എന്ന പിന്നെ വാക്ക്. അതുകൊണ്ട് തീർച്ചയായും ആ അർത്ഥത്തിൽ ആ അനവരതമായ ആ യാത്രയിൽ ഈ എല്ലാ വെടിയുണ്ടയും വാൾമുനത്തുമ്പും അമ്മമാരുടെ ഗർഭപാത്രത്തിലാണ് കൊള്ളുന്നത് എന്ന സത്യത്തിൽ നിന്ന് വളർന്നു വന്നതാണ് പുരോഗമന പ്രസ്ഥാനങ്ങൾ. ആ ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ട് ഞാൻ രക്തസാക്ഷി എന്ന കവിതയിൽ കുറച്ച് പേര് ചൊല്ലുന്നു. രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവും ഉണ്ടായിരുന്നെങ്കിലും, പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവും ഉണ്ടായിരുന്നെങ്കിലും
നേരിന്നു വേണ്ടി നിതാന്തം ഒരാദർശ വേരിന്നു വെള്ളവും വളവുമായൂറിയോൻ. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി. ശലഭവർണ്ണ കനവു നിറയുന്ന യൗവനം ബലി നൽകി പുലരുവോൻ രക്തസാക്ഷി. ശലഭവർണ്ണ കനവു നിറയുന്ന യൗവനം ബലി നൽകി പുലരുവോൻ രക്തസാക്ഷി. അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ വെട്ടമീ രക്തസാക്ഷി. അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ വെട്ടമീ രക്തസാക്ഷി. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, അന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ, പ്രിയമുള്ളതെല്ലാം ഒരു ജ്വല സത്യത്തിനൂർജമായി ഊട്ടിയോൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദന തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദന തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. പൂമരത്തിലെ സുപ്രഭാതം നെഞ്ചേനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. പൂമരത്തിലെ സുപ്രഭാതം നെഞ്ചേനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി. രക്തം നനച്ചു മഹാകൽപ്പവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ. രക്തം നനച്ചു മഹാകൽപ്പവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ. അവഗണന അടിമത്തം അപകർഷ ജീവിതം അധികാരം അധിനിവേശം. അവഗണന അടിമത്തം അപകർഷ ജീവിതം അധികാരം അധിനിവേശം. എവിടെ ഈ പ്രതിമാനുഷ ധൂമമുയരുന്നതവിടെ ഒടും കാറ്റു രക്തസാക്ഷി. പൂമരത്തിലെ സുപ്രഭാതം നെഞ്ചേനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. പൂമരത്തിലെ സുപ്രഭാതം നെഞ്ചേനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി. ഒരിടത്തവനു പേർ ചെക്വാറയെന്നെങ്കിൽ ഒരിടത്തവനു ഭഗത് സിംഗ് പേർ. ഒരിടത്തവനു പേർ ചെക്വാറയെന്നെങ്കിൽ ഒരിടത്തവനു ഭഗത് സിംഗ് പേർ. ഒരിടത്തവൻ യേശുദേവനെന്നാണ്, വേറൊരിടത്തവനു മഹാഗാന്ധി പേർ. 1000 പേരാണവന്നു ചരിത്രത്തിലായിരം നാവവാനെക്കാലവും. 1000 പേരാണവന്നു ചരിത്രത്തിലായിരം നാവവാനെക്കാലവും. രക്തസാക്ഷി. രക്തസാക്ഷി. നീ മഹാപർവതവും കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ. രക്തസാക്ഷി. നീ മഹാപർവതം കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ. രക്തസാക്ഷി. നീ മഹാസാഗരം എന്റെ ഹൃചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ. രക്തസാക്ഷി. നീ മഹാസാഗരം
എന്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ. അവനവനു വേണ്ടിയല്ലാതെ അമരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി താളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുമഴയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി മാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. അങ്ങനെയാണ് ഒരുപാട് രക്തസാക്ഷികളാണ് ശ്രീ ജി സ്റ്റീഫനെ ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. 5 വർഷം കൊണ്ട് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യതയോടെ, അതിലേറെ സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ നിർവഹിച്ച ഒരു പാർട്ടി പ്രവർത്തകന് പൊതുപ്രസ്ഥാനം നൽകുന്ന അംഗീകാരമാണ് സഖാവ് ജി സ്റ്റീഫൻ്റെ സ്ഥാനാർത്ഥിത്വം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ലാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനെ, പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരനെ, പട്ടിണിയിൽ നിൽക്കുന്ന സാധാരണക്കാരനെ, അധ്വാനിക്കുന്നവൻ്റെയും അടിമവർഗത്തിൻ്റെയും അടിയാളവർഗത്തിൻ്റെയും ഉന്നമനത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം പ്രസംഗത്തിൽ മാത്രമല്ല, അത് കർമ്മപദത്തിലെത്തിക്കുക എന്ന ഉത്തരവാദിത്വമാണ് സഖാവ് ജി സ്റ്റീഫനെ പോലെ ഒരു സാധാരണക്കാരനെ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കുക വഴി പ്രസ്ഥാനം ചെയ്ത് നിങ്ങളിവിടെ ഒത്തുകൂടി ഇന്ന് സന്തോഷം പങ്കുവച്ച് പിരിഞ്ഞു പോകലല്ല, നിങ്ങളുമായി വ്യക്തിബന്ധമുള്ള, നിങ്ങളുമായി കുടുംബ ബന്ധമുള്ള, നിങ്ങളുമായി തൊഴിൽ രംഗത്ത് ബന്ധമുള്ള എല്ലാ സൗഹൃദങ്ങളെയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടവീതിയിൽ സഖാവ് ജി സ്റ്റീഫൻ അനുകൂലമായ വോട്ടുകളായി രേഖപ്പെടുത്താനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനങ്ങളിലൊപ്പമുണ്ടാക്കാനും നിങ്ങൾ തയ്യാറായാൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന് ഒരു MLA കൂടി സമ്മാനിക്കാൻ ഞങ്ങൾ അരുവിക്കരക്കാർ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സമ്മേളനമായി ഈ സുഹൃത്തുക്കളുടെ കൂട്ടായ്മ മാറും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സഖാവ് അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ, ഞങ്ങളുടെ SFIയുടെ നേതാവ്, സഖാവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് 1993 ഞാൻ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ അവിടെ SFIയുടെ നേതാവാണ് പ്രിയങ്കരനായ സഖാവ് ജി സ്റ്റീഫൻ. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ സ്കൂൾ മുതൽ SFI പ്രവർത്തകനായി വരുന്ന എനിക്ക് SFIയുടെ ഒരു നേതാവ്, ഒരു പ്രധാനപ്പെട്ട സഖാവ് എന്ന് നമുക്കൊക്കെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരാളുടെ രൂപമുണ്ട്. കറുത്ത് മെലിഞ്ഞ് വളരെ എളിമയോടുകൂടി വസ്ത്രം ധരിച്ച് ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്നേഹാദരണീയനായ സഖാവ്. പലപ്പോഴും സഖാവിനെ സംബന്ധിച്ച് എനിക്കുള്ള ഓർമ്മകളെന്ന് പറയുന്നത് SFIയുടെ എല്ലാ പ്രകടനങ്ങളിലും മുൻപന്തിയിൽ നിന്ന് പ്രകടനം നയിച്ചു കൊണ്ടുവരുന്ന, എനിക്കത്ര വലിയ പരിചയമൊന്നുമില്ലാത്ത പ്രിയപ്പെട്ട നേതാവ്. ഒരുപക്ഷെ പിന്നീടുള്ള എൻ്റെ പൊതുജീവിതത്തിൽ സഖാവുമായിട്ടുള്ള ഇടപഴകലിൻ്റെ ഭാഗമായി എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമെന്ന് പറയുന്നത്, ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ സംഘടനാപരമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കമ്മിറ്റികൾക്കകത്ത് രേഖപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംഘടനാ ഘടകങ്ങൾക്കകത്ത് രേഖപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിൽ, പിന്നീട് ആ സഖാവിനെ പുറത്തു വെച്ച് കാണുമ്പോൾ എങ്ങനെയാണ് സ്നേഹപൂർവ്വം പെരുമാറേണ്ടത്, എങ്ങനെയാണ് ആ സഖാവിനോട് സൗഹൃദപരമായി സംസാരിക്കേണ്ടത് എന്നതിന് എൻ്റെ മുന്നിലെ അനുഭവപാഠം അഡ്വക്കേറ്റ് ജി സ്റ്റീഫനാണ്. തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ പറയാൻ വേണ്ടി തോന്നുകയാണ്. 1994 ഒരു സെക്കൻഡ് PDC ഫസ്റ്റ് PDCക്കാരന് പരീക്ഷ എഴുതാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ, അറ്റൻഡൻസ് ഷോർട്ടേജ് വന്ന് പരീക്ഷ എഴുതാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് അന്ന് വലിയ പരിചയമില്ലാത്ത SFIയുടെ നേതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ ഓടിച്ചെല്ലുകയാണ്. സഖാവേ, എനിക്ക് പരീക്ഷ എഴുതണം, അറ്റൻഡൻസ് ഷോർട്ടേജാണ്. എന്നെയും വിളിച്ചുകൊണ്ട് നേരെ അന്നത്തെ പ്രിൻസിപ്പാളായിട്ടുള്ള നെഹമ്യ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി പരീക്ഷ എഴുതിപ്പിക്കുന്നതിന് വേണ്ടി സഖാവ് നടത്തിയിട്ടുള്ള ഇടപെടൽ വളരെ, ഒരുപക്ഷെ സ്റ്റീഫൻ അനുഭവിച്ച തിക്തതയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് കടന്നു വരുന്നവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു 17കാരൻ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചു. കാരണം സാമാന്യം തെറ്റില്ലാതെ പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നാലുള്ളൊരു സ്ഥിതിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു.
സ്വാഭാവികമായും സ്റ്റീഫാണ്ണൻ കൂടെ വന്ന് എന്നെ പരീക്ഷ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അന്നത്തെ ഒരു SFI നേതാവ് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ള നിലയിൽ ഇടപെട്ടുകൊണ്ട് എന്നെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊള്ളിപ്പിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ പൊതുജനങ്ങളെ, തൻ്റെ മുന്നിലെത്തുന്ന ആളുകളെ ഏത് രൂപത്തിലും സഹായിക്കുക എന്നുള്ളതാണ് സഖാവ് ജി സ്റ്റീഫൻ ജീവിതവ്രതമായി ഏറ്റെടുത്തിട്ടുള്ളത്. ബഹുമാനം, സന്തോഷം. ഞാൻ വ്യക്തിപരമായി അണ്ണ എന്ന് വിളിക്കുന്ന 3 പേരാണുള്ളത്. ഒന്ന് ഇന്ദ്രണ്ണൻ. അങ്ങനെ അണ്ണ എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് എന്തപ്പി എന്ന് വളരെ സൗഹൃദത്തോട് ചോദിക്കുന്ന ആളാണ് ഇന്ദ്രൻസ്, മഹാനായ നടൻ. 2 മുരുകണ്ണൻ. പിന്നെ ഞാൻ അണ്ണ എന്ന് വിളിക്കുന്ന സൗഹൃദത്തിൻ്റെ ഉടമയാണ് സ്റ്റീഫണ്ണൻ. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, അണ്ണ എന്ന് വിളിക്കുമ്പോൾ ആത്മാർത്ഥമായി വിളികേട്ടുകൊണ്ട് തിരിച്ച് വർത്തമാനം പറയുന്ന നല്ല മനുഷ്യത്വത്തിൻ്റെ ഉടമയാണ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ. ഞാൻ കാട്ടാക്കട കോളേജിൽ പഠിച്ച ആളല്ല, എങ്കിലും ഈ ഒരു കൂട്ടായ്മയിൽ എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. അരുവിക്കര മണ്ഡലത്തിൽ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റിയ ഇതിനേക്കാൾ മറ്റൊരാൾ ഇനി വരാനുണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് മുമ്പിലിരിക്കുന്ന എല്ലാ സൗഹൃദങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഇത് പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന നല്ല സൗഹൃദങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്ന, ഭാവിക്ക് വേണ്ടി നല്ല ഭാവനയുള്ള ഒരാളിനെ തിരഞ്ഞെടുക്കുവാനുള്ള വലിയ സുവർണാവസരമാണ്. അത് നമ്മൾ പാഴാക്കി കളയരുതെന്ന് മാത്രം ഞാൻ ആദ്യമേ എല്ലാ സൗഹൃദങ്ങളോടും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇതൊരു സൗഹൃദ സദസ്സാണ്, രാഷ്ട്രീയം പറയാൻ പാടില്ല. പക്ഷേ ഞാൻ അല്പം രാഷ്ട്രീയം പറയും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബാലസംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഞാൻ. അന്ന് സംസ്ഥാന ഭാരവാഹിത്വമൊന്നുമില്ല. ഈ മൈക്കിലൂടെ ഇങ്ങനെ വർത്തമാനം പറയുന്നതിന് വേണ്ടി എന്നെ പഠിപ്പിച്ച വലിയൊരു സംഘടനയാണ്. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. എവിടെ നിന്നും കൃത്യമായ രീതിയിൽ വർത്തമാനം പറയുന്നതിന് വേണ്ടി നല്ല നിലപാടുള്ള ആളുകളാക്കി എന്നെ ഉൾപ്പെടെ മാറ്റിയെടുത്ത വലിയൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വാഭാവികമായിട്ടും ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ്. ഞാൻ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് വളരെ ഉറക്കെ വിളിച്ച് പറയുന്ന ഒരാളാണ് ഞാനൊരു ഇടതുപക്ഷക്കാരനാണെന്ന്. അത് എൻ്റെ കുറവായിട്ടല്ല, ഞാൻ കൂടുതലായിട്ടാണ് പറയുന്നത്. പലർക്കും പറ്റാത്തൊരു കാര്യമാണ്, ചിലപ്പോൾ പലരും അങ്ങനെ ഉറക്കെ പറയാനും മടിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമായി ഉറക്കെ വിളിച്ച് പറയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, 30-35 വർഷമായി അതെന്തുകൊണ്ടാണ് നമുക്ക് പറ്റിപ്പോയതെന്നുള്ള കാര്യം വളരെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ ബോധമുള്ള എല്ലാവർക്കും അറിയാം. നമ്മുടെ കയ്യിലല്ലായിരുന്നു സീറ്റ്, RSPക്ക് കൊടുത്ത സാധനമാണ്, പിന്നീടാണ് നമ്മുടെ കയ്യിലേക്ക് വന്നത്. അതിനുശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സുവർണാവസരമാണ് ഈ അവസരം. അത് നമ്മൾ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കണമെന്ന് മാത്രം ഞാൻ ഒരിക്കൽ കൂടി മുമ്പിലിരിക്കുന്ന സൗഹൃദങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ആരാണ് സ്റ്റീഫൻ എന്ന് പറയുമ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. ഞാൻ പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്. അതാണ് മുരുകണ്ണൻ പറഞ്ഞു വെച്ചത്, മനുഷ്യനാവുക. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാവണ്ട, നിങ്ങൾ മനുഷ്യനായ മതിയെന്നേ. നിങ്ങൾ മനുഷ്യനായാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനെന്നാണ്. അതാണ് കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതുകൊണ്ട് അല്പ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞാൻ മതിയാക്കാം. 2 മിനിറ്റ് ഒന്നുമല്ല. കോൺഗ്രസിൻ്റെ ഞാൻ വലിയ തമാശ, ഞാൻ മാറി ചിന്തിക്കുന്ന ഒരാളാണ് എല്ലാത്തിലും. അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ എനിക്ക് മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ വളരെയധികം സൗഹൃദമുള്ള ഒരാളുമാണ്. ഞാൻ ചില കാര്യങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അങ്ങനെയല്ലേ. അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ അരുവിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആയി വന്നു എന്ന് പറഞ്ഞ നിമിഷം മുതൽ എതിർ സ്ഥാനാർത്ഥി ഒരു പോസ്റ്റർ ഇട്ടു. പോസ്റ്റർ ഇട്ടതല്ല, ഫേസ്ബുക്കിലല്ല, ഒരു പോസ്റ്റ് പതിച്ചു. ആ പതിച്ച പോസ്റ്റിൻ്റെ മുകളിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്താണെന്നറിയാം, മനസ്സ് പറയുന്നു. ഇതെന്തിനാണ് പറയിക്കണേന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടാ. പിന്നെ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാര്യം 10 മനസ്സ് പറയുന്നു, പുള്ളി തന്നെ പറയുന്നു. അതിനുശേഷം 2ാമതൊരു പോസ്റ്റർ ഇറങ്ങി, അതിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സ്റ്റീഫേണന്റെ വിജയം വളരെ കൃത്യമായി ഞാൻ കുറിച്ചിട്ടത് 2ാമത്തെ പോസ്റ്റർ ഇറങ്ങിയപ്പോഴാണ്. ആ പോസ്റ്റർ കണ്ടിട്ടുണ്ടോ? പുള്ളിയുടെ കൈ എവിടെയാ? നെഞ്ചത്ത്. നോക്കൂ, എന്തിനാണ് ജനത്തിന്റെ അകത്തിരിക്കുന്ന സമ്മതിദാനാവകാശത്തിന്
വെറുതെ പിടിച്ച് സ്റ്റീഫേണന് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? എല്ലാ കാര്യത്തിനും ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? ഇനി അടുത്ത് വേറൊരു ഇറങ്ങും, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഇറങ്ങിയ ശേഷം ഞാൻ പറയും. അത് ഞാൻ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ വളരെ കൃത്യമായി പറയും. ഇനി കേരളത്തിലെ ഏറ്റവും വലിയൊരു മാധ്യമ പ്രവർത്തകർ ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഒരുപക്ഷെ സ്റ്റീഫേണൻ അല്ലായിരുന്നു എങ്കിൽ എതിർ സ്ഥാനാർത്ഥിക്ക് ഇത്രയും വലിയ ഹാലളകുമായിരുന്നില്ല. പക്ഷെ സ്റ്റീഫേണൻ വന്നപ്പോഴാണ് ഹാലളകിയത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നിർണയിച്ചതിന് ശേഷമാണോ പോസ്റ്റർ അടിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും രണ്ടാമത്തെ പോസ്റ്റർ അടിച്ചത് സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷമായിരിക്കാം. അപ്പൊ അതാണ്, എതിരാളികൾക്ക് പോലും ഒരുപക്ഷെ നിരസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വത്തിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊന്നുപോലെ നമുക്ക് കൊണ്ടുതന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിടിക്കണം, പിടിച്ചേ പറ്റൂ. നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ഭാവി കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത്രയും ഭാവനാസമ്പന്നനായ ഒരാളാണ് അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ. സാധാരണക്കാരൻ മുതൽ അങ്ങേയറ്റം വരെയുള്ള ആളുകളുടെ മനസ്സ് നന്നായി വായിച്ചറിയാൻ പറ്റുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഈ പ്രസ്ഥാനത്തിലല്ലായിരുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നു ഒരിക്കലും അഡ്വക്കേറ്റ് ജി സ്റ്റീഫനായി ഇവിടെ ഇരിക്കാൻ ഒരു തരത്തിലുള്ള ഇതും കാണില്ലായിരുന്നു. അദ്ദേഹത്തിനെ വളർത്തിയത് ഈ പ്രസ്ഥാനം തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ, മുരുകണ്ണൻ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള യേശുദാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാറ്റഗറൈസേഷൻ, പാർശ്വവൽക്കരിച്ചവരെയും അരികു പറ്റിയവനെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഒരു പാർട്ടിയുടെ പേരാണ് ഇടതുപക്ഷം. ഇടതുപക്ഷം അല്ലാതെ ഒരിക്കലും വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ആര്യ തിരുവനന്തപുരത്തെ മേയറായത്. തോട്ടം തൊഴിലാളിയായ എം എം മണി കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പ് കൈകാര്യം ചെയ്ത വൈദ്യുതി മന്ത്രിയായത്. ലോഡ് ഷെഡിങ്, പവർ കട്ട്, സമ്പൂർണ്ണ വൈദ്യുതീകരണം. ഈ ലോഡ് ഷെഡിങ്, പവർ കട്ട് എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ മുമ്പിൽ ഇല്ലാതിരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ചില കാര്യങ്ങളിൽ ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ച് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി പറയാം, സ്റ്റീഫേണൻ എപ്പോൾ വിളിച്ചാലും നമ്മുടെ അരികിലുള്ള ആളാണ്. ഈ പറഞ്ഞതുപോലെ പരസ്യവാചകങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ആളല്ല, മറിച്ച് നമുക്ക് എപ്പോഴും അരികിലേക്ക് എത്താൻ പറ്റുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് കാട്ടാക്കട കോളേജിലെ നിങ്ങളുടെ സംഗമത്തിന് ഒരുപാട് രാഷ്ട്രീയം പറഞ്ഞ് ഞാൻ കൊല്ലുന്നില്ല. പാലത്തിൻ തൂണ് ഉറയ്ക്കുള്ളോന്ന് തമ്പ്രാന്റെ വാക്കിന് എതിർവാക്കില്ല. എന്റെ കിടാക്കളെ കൊണ്ടും പോയി അൻ്റമ്മ മണ്ണോട് മണ്ണുമായി, അൻ്റമ്മ മണ്ണോട് മണ്ണുമായി. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പന്റെ കയ്യും പീഡിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ തൂടി നിന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ട്, ആയോരു പാലത്തിന്റെ തൂടി നിന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കേണ ഒച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പം തന്നല്ലേ പറയാറുള്ളു, അപ്പം തന്നല്ലേ പറയാറുള്ളു. അറുതിക്ക് തീർപ്പ് കലിപ്പിച്ചമ്പ്ര ഉണ്ണീടമ്മേനെ കരുനീർത്ത, ഉണ്ണീടമ്മേനെ കരുനീർത്ത. എന്തിനാണമ്മേനെ കരുനീർത്തി പകരത്തിനപ്പനന്റെ പോവാഞ്ഞത്? എന്തിനാണമ്മേനെ കരുനീർത്തി പകരത്തിനപ്പനന്റെ പോവാഞ്ഞത്? ആറത്ത് നന്നൻ നടത്തിയെടുത്ത് എന്തിനാണമ്മ കരുവായത്?
മാറത്ത് നന്നൻ നടത്തിയെടുത്ത് എന്തിനാണമ്മ കരുവായത്? എന്തിനാണമ്മ കരുവായത്? ഈ ചോദ്യത്തിന്റെ ഉത്തരവാണ് അപ്പം പറഞ്ഞത്. പെണ്ണിന്റെ ചോര വീണാലത്രേ പാലത്തിൻ തൂണ് ഉറയ്ക്കുള്ളൂ. തമ്പ്രാന്റെ വാക്കീന് എതിർവാക്കില്ല. എന്റെ കിടാത്തോളെ കൊണ്ടും പോയി അഞ്ചമ്മ മണ്ണോട് മണ്ണുമായി. അഞ്ചമ്മ മണ്ണോട് മണ്ണുമായി. അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ജന്മത്വത്തെയും സവർണ മേധാവിത്വത്തെയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നിലവിഴുന്ന കാളയ്ക്ക് പകരം അധകൃതനെ നുകം കയറ്റിവെച്ച് നിലവിഴുന്ന സമയത്ത് ഇടതുപക്ഷക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ ഓടി വന്ന് ആ സാധാരണക്കാരൻ്റെ ചുമലിൽ നിന്നും നുകം മാറ്റിയതിന് ശേഷം ഈ ഇരിക്കുന്നവൻ എൻ്റെ കൂട്ടുകാരനാണ്, സഹപാഠിയാണ്, സഖാവാണെന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ സാരഥിയായാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ജി സ്റ്റീഫി അണ്ണൻ. ഒരിക്കൽ കൂടി പറയുന്നു, ഇനി നമ്മൾ കൂടുന്നത് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ആരനാട് വമ്പിച്ച ഹർഷാരവത്തോടുകൂടി സാധാരണക്കാരായ സ്റ്റീഫി അണ്ണൻ അരുവിക്കരയുടെ MLA ആയി വരുമെന്ന് നമ്മൾ പറയുന്നതിനേക്കാളും അപ്പുറം എതിരാളി പറയുന്നു. അതിലാണ് എനിക്ക് വലിയ സന്തോഷം. എല്ലാവരോടും നന്ദി, സ്നേഹം. മറ്റായ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ സഖാവിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ടുള്ള സൗഹൃദ കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. 87-89 ഞാൻ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചിരുന്നത്. ആ സമയത്ത് ഡിഗ്രി 87 ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് പ്രീ ഡിഗ്രിക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചിരുന്നത്. നമ്മൾ അല്പം പൊടിക്കൈയൊക്കെ ഇട്ട് ഇങ്ങനെ പയ്യന്മാരെ പോലൊക്കെ നടക്കും. എന്നാലും ഒരു മുന്നാഴി പ്രായമുണ്ട് നമുക്ക് എന്നുള്ളതാണ്. ഏതായാലും 87-89 കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ കോളേജിന് ഒരു പാട്ടുണ്ടായിരുന്നു, അറിയാമെന്നറിയില്ല. ഈ പാട്ടിൻ്റെ ഒരു വരി പാട്ടുണ്ട്. നമ്മുടെ നെഞ്ചോടമർന്ന തൂവെള്ളക്കൊടികളിൽ കാലഘട്ടമെഴുതിയ 3 അക്ഷരമല്ലോ SFI 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 സിന്ദാബാദ്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ പാട്ടാണ്. ഓർമ്മയുണ്ടല്ലോ? താങ്ക് യു, ഓർമ്മയുള്ളവരുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ നന്നായിട്ട് ഓർമ്മിക്കുന്നു. ഒരു മുരുകൻ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെള്ള ഷർട്ടും കോറമുണ്ടും, കരയില്ലാത്ത കോറമുണ്ടും വെള്ള ഷർട്ടും ഇട്ട് മെലിഞ്ഞ് ഉണങ്ങിയ ഒരു കൃശഗാത്രൻ, കറുത്തിട്ട് മെലിഞ്ഞ നീണ്ട കഴുത്തൊക്കെയുള്ള, ഇതുവരെ മടക്കി വയ്ക്കും, കൈ ഇതുവരെ മടക്കി വയ്ക്കും. അങ്ങനെ വിദ്യാർത്ഥി സമരത്തിൻ്റെ മുന്നണി പോരാളിയായി നടന്ന അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ ഞാൻ അധ്യാപകനായി വന്നതിന് ശേഷം KSCയിൽ പ്രവർത്തിക്കുമ്പോൾ KSCയുടെ ജില്ലാ സമ്മേളനമൊക്കെ കാട്ടാക്കടയിൽ ആദ്യമായിട്ട് നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും കാണുന്നത്. അന്ന് അദ്ദേഹം തടിച്ച് നല്ല സുന്ദരനായി ഇരിക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, തടിയൊക്കെ വെച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളാൽ നന്നായിട്ട് ഇടി, പോലീസിൻ്റെ തല്ല് ഇഷ്ടംപോലെ മേടിച്ചു, ശരീരത്തിന് പ്രശ്നമുണ്ടായി. അപ്പോൾ ആട്ടിൻ സൂപ്പും ആട്ടിൻ ലേഖ്യം എന്തോ ഒരു ലേഖ്യം കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തടി ഇത് കുറച്ച് തടിയൊക്കെ വന്നു. ഞാൻ പറഞ്ഞത് നല്ല ലേഖ്യം, ഉഗ്രൻ ലേഖ്യം, ഇപ്പം നിങ്ങൾ അതീവ സുന്ദരനായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. എന്നെ കാണുമ്പോൾ എപ്പോഴും സ്നേഹത്തോടെ ഉയ്യൂരെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് വർത്തമാനം പറയും. അദ്ദേഹത്തിൻ്റെ വൈഫ് നമ്മളെപ്പോലെ അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മുടെ PR വില്യം സ്കൂളിലെ ടീച്ചറാണ്. ടീച്ചറോടും നല്ല സൗഹൃദമുണ്ട്, മക്കളോടും നല്ല സൗഹൃദമുണ്ട്. ആ സൗഹൃദം വളരെ നല്ല സുദൃഢമായി ഇന്നും നിലനിന്ന് പോകുന്നു. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമ്മുടെയൊക്കെ ബന്ധുക്കൾ ആയിരിക്കും കൂടുതലും അരുവിക്കര മണ്ഡലത്തിൽ ഉള്ളത്. കാര്യം കാട്ടാക്കട മണ്ഡലത്തിലുള്ളവരായിരിക്കും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബന്ധുജനങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെ വിളിച്ചു പറയുക,
നമ്മുടെ സ്റ്റീവൻ സഖാവിനെ നിങ്ങൾ നെഞ്ചിലേറ്റനം വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം. ഇനി നമ്മൾ കാണുന്നത് മെയ് 2-ാം വാരമോ 3-ാം വാരമോ ഈ ആതിര ഓഡിറ്റോറിയത്തിൽ വെച്ച് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കുടുംബ സംഗമം കൂടി നടക്കും. അതും അഡ്വക്കേറ്റ് ജി സ്റ്റീഫന് വിജയത്തിന് സ്വീകരണം നൽകിക്കൊണ്ടായിരിക്കും. MLA ആയിത്തീരുന്ന അഡ്വക്കേറ്റ് ജി സ്റ്റീഫന് സ്വീകരണം നൽകുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും മെയ് 2-ാം വാരത്തിലോ 3-ാം വാരത്തിലോ ഈ ആതിര ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടും എന്ന് മാത്രം പറയുന്നു. തകതാരതിത്തൈ താരാരാരോ തകതാര താര താരതിത്തൈ താരാരാരോ തകതക താരാ തകതാരതിത്തൈ താരാരാരോ തകതാര താര താരതിത്തൈ താരാരാരോ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങളെൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കാറും ഉള്ളണ്ടമ്മനാടി എല്ലും കുറിച്ചോണ്ടും വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങളെൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കാറും ഉള്ളണ്ടമ്മനാടി എല്ലും പറിച്ചോണ്ടും വന്നേ. തകതാര തകതാര ദിത്തൈ താരാരാരോ തകതാര താര താര ദിത്തൈ താരാരാരോ തകതകതാര തകതാര ദിത്തൈ താരാരാരോ തകതാര താര താര ദിത്തൈ താരാരാരോ. ആളുമാരെല്ലാരും പോയോ, എന്റെ കൊച്ചേട്ടൻ എന്തേ വരാത്തേ? ആളുമാരെല്ലാരും പോയോ, എന്റെ കൊച്ചേട്ടൻ എന്തേ വരാത്തേ? ഈ ആകാശത്തിൽ പിടി വെട്ടത്തിരുന്ന് ഉപ്പയും പറ്റിച്ചെടുക്കാൻ, ഈ ആകാശത്തിൽ പിടി വെട്ടത്തിരുന്ന് ഉപ്പയും പറ്റിച്ചെടുക്കാൻ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കാറുള്ളണ്ടമ്മ മുന്നാടി എല്ലും പറിച്ചോണ്ടും വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കാറുള്ളണ്ടമ്മ മുന്നാടി എല്ലും പറിച്ചോണ്ടും വന്നേ. തകതാര തകതാര ദിത്തൈ താരാരാരോ തകതാര താര താര ദിത്തൈ താരാരാരോ തകതകതാര തകതാര ദിത്തൈ താരാരാരോ തകതാര താര താര ദിത്തൈ താരാരാരോ. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സ്റ്റീവൻ സഖാവിന് 1000 വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അഭിവാദ്യം. ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട് ഞാനും അതിനോടൊപ്പം ചേർന്ന് അവിടെ പറഞ്ഞ കാര്യങ്ങൾ ചൂഷകനും ചൂഷിതനില്ലാത്തൊരു വ്യവസ്ഥിതിയാണ് സോഷ്യലിസം എന്ന്. ആ സോഷ്യലിസം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നതെന്ന്. സ്വാതന്ത്ര്യ ജനാധിപത്യ സോഷ്യലിസം എന്ന നക്ഷത്രാങ്കില ശുഭ്രപതാക ഉയർത്തിപ്പിടിക്കുന്നത് പഠിക്കാൻ നിവൃത്തിയില്ലാത്തവരുടെ രാഷ്ട്രീയമാണെന്ന് ഉള്ള അവരുടെ സംഭാഷണമാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞത്. അത് എന്നെപ്പോലുള്ള ഒരുപാട് പേരുടെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി SFI എന്നുള്ള ആ മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചു. യഥാർത്ഥ ജീവിതത്തിൽ ഏറ്റവും നന്നായി സംഘടനാ പ്രവർത്തനം ചെയ്തത് SFI പ്രവർത്തിക്കുമ്പോഴാണ്. അത് പറയാതിരിക്കാൻ കഴിയും. വാശിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഏറ്റവും നന്നായി സംഘടനാ പ്രവർത്തനം ചെയ്തത് SFI പ്രവർത്തിക്കുന്ന സമയത്താണ്. അതിനുശേഷമുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം അത്ര ആത്മാർത്ഥത കാണിക്കുന്നുള്ള അഭിപ്രായിക്കില്ല. അപ്പൊ ആ സംഘടനാ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. നിങ്ങളെല്ലാവരും SFI ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചവരുണ്ട്, വിവിധ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയവരുണ്ട്, സംഘടനാ ഭാരവാഹിത്വവും കോളേജ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ നടത്തിയവരുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഈ അവസരത്തിൽ അയവറക്കാൻ വേണ്ടി
എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ അതൊന്നും പറയുന്നില്ല, കാര്യം അതിനുള്ള സമയം ഇല്ല എന്നുള്ളത്. ബഹുമാനപ്പെട്ട മുരുകൻ സാർ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ, ലോകം അറിയപ്പെടുന്ന ഒരു കവിയായി മാറിയപ്പോൾ, മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കവിയായി മാറിയപ്പോൾ, ഒരു പ്രോലറ്റേറിയൻ എന്നുള്ള നിലയിൽ തൻ്റെ ഐഡന്റിറ്റി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഐഡന്റിറ്റി മറച്ചു പിടിക്കാൻ ഒരിക്കലും തയ്യാറായിട്ടുണ്ട്. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ഐഡന്റിറ്റി, പ്രത്യേകിച്ച് ഇടതുപക്ഷ ഐഡന്റിറ്റി എല്ലാം പറയാൻ വേണ്ടി പഠിക്കുന്ന ഈ കാലയളവിൽ സാറ് കാട്ടാക്കടക്കാർക്ക് ഒരു ഊർജ്ജമാണ്, ഞങ്ങൾക്കെല്ലാം ഒരു ഊർജ്ജമാണ്. അദ്ദേഹത്തെ തന്നെ ഞാൻ ക്ഷണിച്ചില്ല, ഞാൻ അദ്ദേഹത്തിനെ കണ്ടില്ല, പക്ഷേ നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടെ അദ്ദേഹത്തിനെ തന്നെ ഈ സൗഹൃദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ച് അദ്ദേഹം ആ ഉത്തരവാദിത്വം ഏറ്റവും നന്നായി എൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇത്രയും നേരം സാറിൻ്റെ ഇരിക്കുകയാണ്. ഇനിയും അദ്ദേഹം സൗകര്യം വന്നാൽ കവിത അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ സ്ഥാനാർത്ഥിയായി എന്നുള്ള പ്രത്യേകതയേക്കാൾ പ്രധാനം പഴയ കാലഘട്ടത്തിൽ ഒരു 30-35 വർഷത്തെ SFI സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിലുള്ള ഒരു വലിയ നിലയെ ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം. ക്രിസ്ത്യൻ കോളേജിനകത്ത് സംഘടനാ പ്രവർത്തനങ്ങൾ, പ്രണയം, വിവാഹം, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് SFIയുടെ മനസ്സിലൂടെ ഓടി വരുന്നത്. അങ്ങനെ ക്രിസ്ത്യൻ കോളേജിന്റെ ഭാഗമായി കപ്പിൾസ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ. ചിലരൊക്കെ അവരെ സംസാരിക്കാൻ പറ്റാത്തത് അവർ വഹിക്കുന്ന ചില ഔദ്യോഗിക സ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ കരുതുകയാണ്. അതിൽ സഖാവ് ജയചന്ദ്രൻ, ത്രേസ്യാമ്മ ആന്റണി ദമ്പതികൾ ഇവിടെ വന്നിട്ടുണ്ട്. സഖാവ് വീണാഗിരി പ്രഭാകരൻ ദമ്പതികൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അറിവിൽപ്പെടാത്ത പ്രേമിച്ച് കല്യാണം കഴിച്ച് ആരൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് എനിക്കിപ്പോൾ അറിയില്ല. എന്തായാലും ഇത്രയും ആളുകൾ ഇവിടെ ഒത്തുകൂടാൻ, പിന്നെ ഈ പ്രദേശത്തിനൊരു പ്രത്യേകത, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ SFIയുടെ നേതാക്കന്മാരെയും നല്ല കേഡർമാരെയും സംഭാവന ചെയ്തൊരു സ്ഥലമാണ് ഈ ആരനാട്. അത് പറയാതിരിക്കാൻ കഴിയും. ഷൗക്കത്ത് അലി അഹമ്മദിന് ശേഷം അദ്ദേഹം തൊട്ട് ഇങ്ങോട്ട് ഒരു വലിയ നേതാക്കൾ ഇപ്പൊ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമോഹൻ, ഷാജിമോൻ തുടങ്ങി, കാസിം, പിന്നെ ഒരു ബൈജു, സനല്, TG പ്രതാപ്, പ്രവീൺ ഗംഗ്, പിന്നെ കിഷോർ, ഇങ്ങനെ ഈ സനകൻ അപ്പുറത്തായിരുന്നു, ഇപ്പുറത്ത് പിന്നെ വന്നതാണ്. എന്നാലും വിദ്യാസംഘടന പ്രവർത്തനത്തിൽ അവിടെ ഈ പ്രദേശത്തുള്ള ആളായിരുന്നു. ഇങ്ങനെ വലിയൊരു നില, ഈ പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടവര്, അത് ശരിയല്ല. അപ്പൊ അങ്ങനെ ഒരു വലിയ നില സംഭാവന ചെയ്യാം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ SFIയുടെ നേതൃത്വം മുഴുവൻ ഈ ആര്യനാട്, പറണ്ടോട്, ഉഴവലക്കൽ, അങ്ങനെയുള്ള ഈ പ്രദേശത്തുള്ള പ്രവർത്തക സഖാക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രാവശ്യം ഈ ആര്യനാട് വന്ന് സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് സമയത്ത് വീട് തന്നെയുള്ള സ്ക്വാഡ് എന്ന SFIക്ക് ഉണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിൽ വന്ന് കാശ്മീരിലെയോ ഷാജിമോനിലേക്ക് വീടുകൾ താമസിച്ച് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് വെളുപ്പാക്കാലം കഴിച്ച് ഈ വീടുകളിൽ പോയി കുട്ടികളെ ക്ലാസ് ചെയ്യുന്ന സംഘടനാ പ്രവർത്തന ശൈലി ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ ഈ ആര്യനാടുമായി ഒരു വലിയ ആത്മബന്ധം SFI സംഘടനാ പ്രവർത്തന കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ് ഞാൻ. ഇപ്പോ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന് സഹായകരമായി എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും ഇങ്ങനെ നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ എല്ലാവരും പറഞ്ഞു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിയാൻ സാധ്യത ഉണ്ടെന്ന്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു പോരാട്ടമായിട്ടാണ് കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ശരിമയായ രാഷ്ട്രീയം ഇവിടെയും പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ടാണ് കാണുന്നത്. ആ പോരാട്ടം വിജയത്തിൽ അവസാനിക്കോ പരാജയത്തിൽ അവസാനിക്കുമോ എന്ന് എനിക്കിപ്പോൾ ഒരു സ്ഥാനാർത്ഥികളായി പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം, നമ്മുടെ നേതാക്കൾ, പ്രവർത്തകരിൽ നേതൃത്വം നൽകുന്നവരാകെ ആ പോരാട്ടം വൻപിച്ച വിജയമായി തന്നെ പര്യവസാനിക്കുമെന്നാണ് അവർ കരുതുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ ഒരു വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കേണ്ടി വരിക. ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധാരണക്കാരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായ എനിക്ക് നിങ്ങൾ പകർന്നു തന്ന സ്നേഹവും
നിങ്ങൾ പകർത്തുന്ന സൗഹൃദവും നിങ്ങളിൽ നിന്ന് ലഭിച്ച വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ആ ഉത്തരവാദിത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കരുത്ത് പ്രചോദനമാകുമെന്ന് പറഞ്ഞതിൽ തർക്കമില്ല. ഇവിടെ പലരും പരാമർശം വിജയ സാറ് പറഞ്ഞു, ശ്രീ കിഷോർ പറഞ്ഞു, മറ്റു പല നേതാക്കളും പറഞ്ഞു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. എന്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നു, അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പക്ഷേ അറിയാവുന്ന ആളുകൾക്ക്, ഈ വേദിയിൽ ഇരിക്കുന്നവരും ഇപ്പോൾ പുറത്ത് നിൽക്കുന്നവരുമായിട്ടുള്ള ചില ആളുകൾക്കെല്ലാം അറിയാമായിരുന്നു എന്നെ പരിഗണിക്കപ്പെടുന്നു. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, അപ്രതീക്ഷിതമായിരുന്നു. ആ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുത്തു. പാർട്ടി തീരുമാനം ശിരസ വഹിച്ച് ഇവിടെ വന്ന് പ്രവർത്തിക്കുമ്പോൾ വലിയ ആത്മസംതൃപ്തിയാണ് കഴിഞ്ഞ 11 ദിവസത്തെ പ്രവർത്തനത്തിൽ എനിക്ക് ലഭിച്ചത്. എന്നെ കൊണ്ടു നടക്കാൻ, എന്നെ വഴി നടത്താൻ, എനിക്ക് വോട്ട് പിടിച്ചു തരാൻ ആയിരക്കണക്കായിട്ടുള്ള LDF പ്രവർത്തകർ യഥാർത്ഥമായിട്ടുള്ള ശ്രദ്ധയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിൽ നടന്നത്. അതിന് സഖാവ് കെ ശിവകുമാറും സഖാവ് എൻ ശൗക്കത്തലിയുമെല്ലാം നേതൃത്വം നൽകുന്നു. അപ്പം ആ നേതൃത്വത്തിൻ്റെ കീഴിൽ നിന്ന് ഈ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഞാൻ പ്രതിജ്ഞാബദ്ധതയോടുകൂടി തന്നെ പ്രവർത്തിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് ആളുകൾ ജീവൻ ചോരയും നൽകി വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനം മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ഒരു സാമൂഹിക വ്യവസ്ഥിതി സ്വപ്നം കാണുന്ന മനുഷ്യന്റെ ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം എല്ലാ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ച് എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള സഖാക്കൾ, പഴയകാല SFIയുടെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ അവർ കുറച്ച് ദിവസമായി ഒരു വലിയ പരിശ്രമത്തിലാണ്. കാര്യം സ്കാറ്റേഡാണ് നമ്മുടെ സഖാക്കൾ സുഹൃത്തുക്കൾ. ഇതിൽ ചില ആളുകളെല്ലാം അണിയറയിലാണ് പ്രവർത്തിക്കുന്നത്, അത് ഞാൻ മനസ്സിലാക്കുകയാണ്. ചിലർക്ക് ഔദ്യോഗിക കാരണങ്ങളാലോ മറ്റു ചില കാരണങ്ങളാലോ പുറത്ത് വന്നൊന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തവർ അണിയറയിലും, പുറത്തുനിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നവർ മുൻനിരയിൽ നിന്ന് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അവരുടെ വലിയ പ്രയാസമേറിയ അധ്വാനമാണ് ഈ കൂട്ടായ്മ എന്ന് ഞാൻ കരുതുകയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ച, അരങ്ങത്തും അണിയറയിലും പരിശ്രമിച്ച ഓരോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും സഖാക്കളെയും ഞാൻ ഈ അവസരത്തിൽ ഹൃദയാഭിവാദ്യം ചെയ്യാൻ വേണ്ടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ കൂട്ടായ്മയിലൂടെ ലഭിക്കുന്ന ഊർജം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ 7-ാം തീയതി 6-ാം തീയതി വരെ ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് വലിയ ഊർജം നൽകുന്നുള്ള തർക്കമില്ല. ആ ഊർജം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ തുടർന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഞാൻ ഉത്തരവാദിത്വം അങ്ങനെ തന്നെ നിറവേറ്റുമെന്നുള്ള ഉറപ്പ് നൽകി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക് എന്നെ കരുതി തലകുനിക്കേണ്ട ഒരു സാഹചര്യവും ഞാൻ ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പ് നൽകി എൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് മാത്രമേ അവരെ വിനീതമായി അഭ്യർത്ഥിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ എന്നെ ക്ഷണിച്ച് എന്നോടൊപ്പം കൂടി എല്ലാവർക്കും എന്നെ നന്ദി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യം.